ഇസ്രയേലിനെതിരെ കനത്ത വ്യോമാക്രമണവുമായി ഹിസ്ബുള്ള രംഗത്ത് വന്നു. സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ബോംബാക്രമണം. കൃത്യമായ ആസൂത്രണത്തോടെയുള്ള ആക്രമണമാണ് നടന്നതെന്ന് ഹിസ്ബുള്ള അവകാശപ്പെട്ടു. മധു കൊട്ടാരകര അമേരിക്കയിൽ നിന്നും തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. പറയ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ. ഗസയിൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം പശ്ചിമേഷ്യയിൽ നടന്ന ഏറ്റവും വലിയ വ്യോമാക്രമണമായിരുന്നു ഇന്നലെ ഇസ്രയേലും ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പും തമ്മിൽ നടന്നത്. 100 കണക്കിന് മിസൈലുകളാണ് ഹിസ്ബുള്ള ഗ്രൂപ്പ് ഈ ഇസ്രയേൽ സൈനിക കേന്ദ്രങ്ങളെയൊക്കെ ലക്ഷ്യമാക്കി വിക്ഷേപിച്ചത്. അതേസമയം ഈ ഫൈറ്റർ ജെറ്റുകളുടെ സഹായത്തോടെ ആക്രമണം വലുതാകാതെ തടഞ്ഞുവെന്നാണ് ഇസ്രയേൽ അവകാശപ്പെട്ടിരിക്കുന്നത്. ഹിസ്ബുള്ള ഈ ഇസ്രയേലിന്റെ അവകാശവാദം നിഷേധിച്ചിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ അവർ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടന്നുവെന്നും ലക്ഷ്യമിട്ടത് ഇസ്രയേൽ സൈനിക കേന്ദ്രങ്ങളായിരുന്നുവെന്നും ഹിസ്ബുള്ളയുടെ നേതാവ് സയ്യിദ് ഹസൻ പിന്നീട് പറയുകയുണ്ടായി. ബെയ്റൂട്ടിൽ നേരത്തെ കൊല്ലപ്പെട്ട ഹിസ്ബുള്ളയുടെ സീനിയർ കമാൻഡർ ഫുവദ് ഷുക്കൂറിന്റെ കൊലപാതകത്തിന് പകരമായിട്ടാണ് ഹിസ്ബുള്ള ആക്രമണം അഴിച്ചുവിട്ടത്. അമേരിക്ക ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും ഇസ്രയേലിന് ആവശ്യമുള്ള ഇന്റലിജൻസ് ഒക്കെ നൽകി സഹായിച്ചുകൊണ്ടേയിരുന്നു. ഇതുകൂടാതെ US ഡിഫൻസ് സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം 2 US വ്യോമസേന ട്രൂപ്പുകൾ ആവശ്യം വന്നാൽ ഇടപെടുവാൻ പാകത്തിൽ ഈ മേഖലയിൽ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇസ്രയേലിന്റെ വടക്കും അതുപോലെ ഗോലൻ മലനിരകളിലുമൊക്കെയുള്ള 11 ഇസ്രയേൽ സൈനിക കേന്ദ്രങ്ങളാണ് ഡ്രോൺ ഉപയോഗിച്ച് ഹിസ്ബുള്ള ആക്രമിച്ചത്. എന്നാൽ എല്ലാ ഡ്രോണുകളും തകർത്തുവെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പിന്നീട് പറഞ്ഞു. അത് മാത്രമല്ല 270ഓളം സദേൺ ലെബനനിലെ കേന്ദ്രങ്ങൾ തകർത്തുവെന്നും നെതന്യാഹു അവകാശപ്പെടുന്നുണ്ട്. ഇസ്രയേലിന്റെ തിരിച്ചടി ഒരു തുടക്കം മാത്രമാണെന്നാണ് നെതന്യാഹു പറയുന്നത്. രാജ്യത്തിന്റെ പ്രതിരോധം തീർക്കുവാൻ ഏതറ്റം വരെയും പോകും, അതുപോലെ ഉപദ്രവിക്കാൻ വന്നാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കും എന്നൊരു മുന്നറിയിപ്പും കൂടെ നെതന്യാഹു നൽകിയിട്ടുണ്ട്. എസ്കെനെ ഈ വ്യോമാക്രമണം തൽക്കാലം അവസാനിപ്പിച്ചതായിട്ടാണ് ഹിസ്ബുള്ള ഗ്രൂപ്പ് പറയുന്നത്. ഇസ്രയേലും ഏതാണ്ട് അത്തരം ഒരു തീരുമാനത്തിലാണ്. എസ്കെൻ. മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിൽ നിന്നും ചേർന്ന്. താങ്ക് യു മധു.